നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. മരുന്ന് കമ്പനികൾക്ക് ജനങ്ങളിൽ നിന്ന് കാശ് പിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള രോഗമാണ് പ്രമേഹം എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം എന്ന് വെച്ചാൽ പല ഡോക്ടേഴ്സ് പോലും ഇതിനെതിരെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു രോഗം, പ്രമേഹം എന്ന് പറയുന്ന ഒരു രോഗം ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. HbA1c 6 അല്ല, അത് 8 ആക്കി മാറ്റണം, അല്ലെങ്കിൽ 9 ആക്കി മാറ്റണം, അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 140 ആയിരിക്കണം. അപ്പോൾ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നതൊന്നും നോക്കേണ്ട ആവശ്യമല്ല, നമ്മുടെ ശരീരത്തിനൊന്നും സംഭവിക്കുന്നില്ല, നമ്മളെ പേടിപ്പിച്ച് മരുന്നുകൾ കഴിപ്പിക്കുകയാണ് എന്നുള്ളത് എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു വാട്സാപ്പിലൂടെ ഈ ഒരു ഓഡിയോ കൂടെ പ്രചരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. നമസ്കാരം, ഡോക്ടർ സുരേഷ് കെ ഗുപ്തനാണ്. ഈ പറഞ്ഞ മെഷർമെന്റ് ഒക്കെ ഏകദേശം ഒരു 5 കൊല്ലം മുമ്പുള്ള ചില ലാബുകാരുടെയും ഡോക്ടർമാരുടെയും നിഗമനമാണ്. വിദേശ സയന്റിസ്റ്റുകളും ശാസ്ത്രജ്ഞന്മാരുമാണ് ഓരോ മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ അളവുകൾ എടുക്കുന്നത്. ഇപ്പൊ പുതിയ ഞങ്ങളുടെ ലേറ്റസ്റ്റ് റിസർച്ച് പ്രകാരം പ്രമേഹത്തിന്റെ അളവ് 140 ഫാസ്റ്റിംഗ്. 200 മുകളിലുണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണശേഷം ഞങ്ങൾ പ്രമേഹ രോഗിയായിട്ട് സംശയിക്കുന്നുള്ളൂ. സംശയം മാത്രമാണ്. അതുപോലെ HbA1c ഞങ്ങളുടെ ലേറ്റസ്റ്റ് റിസർച്ച് പ്രകാരം 6ഉം 7ഒക്കെ മാറി ഇപ്പൊ 8ആണ്. അതുപോലെ ബ്ലഡ് പ്രഷർ 120/80 അതൊക്കെ മാറി ഇപ്പൊ 140/90ഉം 140/100ഉം വരെ എത്തി. 150/100 മുകളിൽ കയറിയാൽ മാത്രമേ ഹൈപ്പർ ടെൻഷൻ എന്ന അവസ്ഥ വരുന്നുള്ളൂ. അതുപോലെ സോഡിയത്തിനും പൊട്ടാസ്യത്തിനും പ്രോട്ടീനും കൊഴുപ്പിനും ഒക്കെ പുതിയ റേഞ്ചുകൾ വ്യത്യസ്തമാണ്.